നമസ്കാരം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് നടി അൻസിബ ഹസൻ രാജിവെച്ചിട്ട് കുറച്ച് മാസമായി. അൻസിബ എന്തിനാണ് രാജിവെച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ താരസംഘടനയിൽ ആരും തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ അൻസിബ ഹസൻ തന്നെ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നു. നടൻ ടിനി ടോമിനെതിരെ ആഞ്ഞടിച്ചാണ് അൻസിബ രംഗത്തെത്തിയത്. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് താൻ രാജിവെക്കാൻ കാരണം ടിനി ടോം ആണെന്നാണ് അൻസിബയുടെ വെളിപ്പെടുത്തൽ. തനിക്കെതിരെ നടൻ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും അൻസിബ ആരോപിച്ചു. താൻ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം അവിഹിത കഥകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ മത തീവ്രവാദിയാക്കാൻ നിരന്തര ശ്രമം നടത്തി. താൻ ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നതായി പറഞ്ഞു വരുത്തി. താൻ മാനസികമായി ആകെ തകർന്നുവെന്നും ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന് ഭയന്നാണെന്നും അൻസിബ കൂട്ടിച്ചേർത്തു. എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറിയായി വന്നത് മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ തുടങ്ങിയതാണെന്ന് അൻസിബ പറഞ്ഞു. ഒരു കമ്മിറ്റിയാകുമ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഒന്നാകില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തിപരമായി എടുക്കുന്നുവെന്നും അൻസിബ പറഞ്ഞു. ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവൾക്ക് അവിഹിതമുണ്ടെന്ന് പറയലാണ്. ഒരു പെണ്ണിനെ തകർക്കാൻ എളുപ്പം അവിഹിതമാണല്ലോ, അത് പോട്ടെന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായി ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചു. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യും, അറപ്പ് തോന്നുമെന്നും അൻസിബ പറഞ്ഞു. നീനാക്കുറുപ്പ് ഉൾപ്പെടെയുള്ള നടിമാർക്ക് ടിനി ടോമിൻ്റെ അപവാദ പ്രചാരണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അൻസിബ പറഞ്ഞു. ടിനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കി. അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ചതിന്റെ യഥാർത്ഥ കാരണം ആളുകൾ അറിയണം എന്നതുകൊണ്ടാണ് വെളിപ്പെടുത്തലെന്നും നടി കൂട്ടിച്ചേർത്തു. അമ്മയിലെ തൊഴിൽ പീഡന പരാതികൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ടിനി ടോം അൻസിബയുടെ രാജി വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നു. അമ്മ ട്രഷറർ ഉണ്ണീഷ് ശിവപാൽ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെ ഓഫീസ് മാനേജറായിരുന്ന യുവതി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ട്രഷറർ മോശമായി പെരുമാറിയെന്നും ഇത് ജനറൽ സെക്രട്ടറിയോട് പരാതിപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നാലെ തന്നെ പിരിച്ചുവിട്ടുവെന്നുമായിരുന്നു ജീവനക്കാരിയുടെ ആരോപണം. ഇതുമായി ചേർത്ത് ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അൻസിബയുടെ രാജി ഏറെ ചർച്ചയായിരുന്നു. താരസംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അൻസിബ. ഫെബ്രുവരി 21 തന്നെ അൻസിബ രാജിക്കത്ത് നൽകിയിരുന്നതായിട്ടാണ് നേരത്തെ ശ്വേത മേനോൻ പറഞ്ഞത്. തൊഴിൽപരമായ തിരക്കുകൾ ഉള്ളതിനാൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ഈ തീരുമാനമെന്ന് അൻസിബ അറിയിച്ചിരുന്നു എന്നാണ് ശ്വേത പ്രതികരിച്ചത്. ശ്വേത മേനോൻ അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സ്ഥാനാർത്ഥി അൻസിബ ഹസനായിരുന്നു. അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കായിരുന്നു അൻസിബ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. നടി കുക്കു പരമേശ്വരനായിരുന്നു ജനറൽ സെക്രട്ടറി. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവൾക്കിപ്പോൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് സംഘടനയുടെ മീറ്റിങ്ങുകളിൽ വരാനോ സജീവമായി പ്രവർത്തിക്കാനോ പറ്റില്ല എന്നൊരു പ്രൊഫഷണൽ റീസണാണ് അവൾ തന്നത്. ഒരു മെമ്പർ എന്ന നിലയിൽ ഫുൾ ടൈം സംഘടനയ്ക്കായി നൽകാൻ പറ്റിയില്ലെങ്കിലും മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ശരിയല്ലെന്ന ഒരു റിക്വസ്റ്റ് ആ കുട്ടിക്കുണ്ടായിരുന്നു എന്നാണ് ശ്വേത മുൻപ് അൻസിബയുടെ രാജിയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. അതേസമയം സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ അന്ന് തന്നെ ശ്വേത മേനോൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അൻസിബയുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലില്ലെന്നും തികച്ചും സൗഹാർദ്ദപരമായ സാഹചര്യത്തിലാണ് താരം വിട്ടുനിന്നതെന്നും ശ്വേത അന്ന് വ്യക്തമാക്കുകയുണ്ടായി. പദവികൾ ഒഴിഞ്ഞാലും അൻസിബയുമായിട്ടുള്ള വ്യക്തിബന്ധം തുടരുമെന്നും ഭാവിയിൽ അവർക്ക് സൗകര്യപ്രദമായ സമയത്ത് സംഘടനയുടെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. അമ്മയുടെ പുതിയ നേതൃത്വം അധികാരമേറ്റതിനു ശേഷം സംഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതീവ താല്പര്യത്തോടെയാണ് സിനിമാ ലോകം നോക്കിക്കാണുന്നത്. ഇതിനിടയിലായിരുന്നു അൻസിബയുടെ രാജി.